കേരള രാഷ്ട്രീയത്തിലും വ്യവസായ മേഖലയിലും വൻ വിവാദങ്ങൾക്ക് വഴിവെച്ച CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ അന്വേഷണം വീണ്ടും ശക്തമാകുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും IT കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസിന്റെ മാനേജിംഗ് ഡയറക്ടറുമായ വീണയ്ക്ക് ED സമൻസ് അയച്ചു. ഈ മാസം ജൂൺ 29-ന് കൊച്ചിയിലെ ED ഓഫീസിൽ ചോദ്യം ചെയ്യലിനായി ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരുന്നത്. കേസുമായി ബന്ധപ്പെട്ട തുടരന്വേഷണത്തിന്റെ ഭാഗമായാണ് കേന്ദ്ര ഏജൻസിയുടെ ഈ നിർണായക നീക്കം. നേരത്തെ കേസുമായി ബന്ധപ്പെട്ട് വീണ വിജയനെ ED വിശദമായി ചോദ്യം ചെയ്തിരുന്നു. കൊച്ചി ഓഫീസിൽ വെച്ച് നടന്ന ആദ്യഘട്ട ചോദ്യം ചെയ്യൽ ഏകദേശം 9 മണിക്കൂർ വരെ നീണ്ടു നിന്നിരുന്നു എന്നാണ് വിവരങ്ങൾ. ED ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് അന്ന് വിവരങ്ങൾ ശേഖരിച്ചത്. കരിമണൽ കമ്പനിയായ CMRLന് എക്സാലോജിക് കമ്പനി നൽകിയതായി പറയപ്പെടുന്ന IT സേവനങ്ങൾ എന്തൊക്കെയായിരുന്നുവെന്നും അതിനായി കൈപ്പറ്റിയ പണത്തിന്റെ വിനിയോഗം എങ്ങനെയൊക്കെയായിരുന്നുവെന്നും വ്യക്തമാക്കാനായിരുന്നു ആദ്യഘട്ടത്തിൽ ഉദ്യോഗസ്ഥർ പ്രധാനമായും ശ്രമിച്ചത്. ആദ്യ ചോദ്യം ചെയ്യലിന് പിന്നാലെ വീണയുടെ HDFC ബാങ്കിലെ ലോക്കറും അന്വേഷണ സംഘം പരിശോധിച്ചിരുന്നു. എന്നാൽ ഈ ലോക്കർ പരിശോധനയിൽ കേസുമായി ബന്ധിപ്പിക്കാവുന്ന തരത്തിലുള്ള പ്രധാന രേഖകളോ ഡിജിറ്റൽ തെളിവുകളോ മറ്റു വസ്തുക്കളോ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് സൂചനകൾ. എന്നാൽ ഇതിനിടയിൽ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള വിവിധ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയുമായ 242 ബാങ്ക് അക്കൗണ്ടുകളിലായി കിടന്നിരുന്ന 18.36 കോടി രൂപ ED മരവിപ്പിച്ചിരുന്നു. ഇതിന് തുടർച്ചയായി ഈ തുക കണ്ടുകെട്ടുന്നതിനുള്ള നിയമപരമായ നടപടികളിലേക്ക് കൂടി ഇപ്പോൾ ED കടന്നിരിക്കുകയാണ്. ഈ സാമ്പത്തിക ഇടപാട് കേസിൽ CMRL കമ്പനിയുടെ ഭാഗത്തു നിന്നും ED വലിയ രീതിയിലുള്ള പരിശോധനകൾ നടത്തി വരികയാണ്. ഇതിന്റെ ഭാഗമായി CMRL മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്ത, ജയ S കർത്ത, ഷിബി S കർത്ത എന്നിവരെ കഴിഞ്ഞ ദിവസങ്ങളിൽ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടറാണ് ജയ S കർത്ത. ഈ കമ്പനി വഴി വീണയ്ക്ക് 2 തവണകളായി 50 ലക്ഷം രൂപ വായ്പ അനുവദിച്ചിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ വായ്പാ ഇടപാടിൽ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നാണ് ED സംശയിക്കുന്നത്. ആദ്യ തവണ നൽകിയ വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയിട്ടും അത് പരിഗണിക്കാതെ തന്നെ വീണ്ടും വലിയൊരു തുക വായ്പയായി അനുവദിച്ചു എന്നാണ് കേന്ദ്ര ഏജൻസി ചൂണ്ടിക്കാണിക്കുന്നത്. വായ്പ നൽകിയതിന്റെ മറവിൽ നിയമവിരുദ്ധമായ പണമിടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്താനും ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്താനുമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ CMRL അധികൃതരെ ചോദ്യം ചെയ്തിരുന്നത്. ഇതിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വീണ വിജയന് വീണ്ടും സമൻസ് നൽകിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ജൂൺ 29-ലെ ചോദ്യം ചെയ്യലോടെ കേസിൽ കൂടുതൽ നിർണായക വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് കരുതപ്പെടുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസി നീക്കം ശക്തമാകുന്നത് വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിലും വലിയ ചർച്ചകൾക്കും രാഷ്ട്രീയ ആരോപണങ്ങൾക്കും വഴി തുറക്കുമെന്ന് ഉറപ്പാണ്. ഇടപാടുകളുടെ കൃത്യമായ രേഖകളും വിശദീകരണങ്ങളും ഹാജരാക്കാൻ വീണയോട് ED ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.